കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 3 മിനിറ്റ് വൈകിയതിനാൽ മഞ്ചേശ്വരം ഡിവിഷൻ UDF അംഗം ഇർഫാന ഇക്ബാലിന് വോട്ട് ചെയ്യാനായില്ല. 10:30 വോട്ട് ചെയ്യാൻ മെമ്പർമാർ ഹാളിലെത്തണമെന്നാണ് ചട്ടം. വോട്ടെടുപ്പ് നടക്കുമ്പോൾ 3 മിനിറ്റ് വൈകിയതിനാലാണ് ഇർഫാനയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഇർഫാനയെ വരണാധികാരി വോട്ടെടുപ്പ് നടക്കുന്ന മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് MLA-മാരായ NA നെല്ലിക്കുന്നിന്റെയും AK മഷ്റഫിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്തുകൊണ്ട് എന്തുകൊണ്ട് 3 മിനിറ്റാണ് വൈകിയത്? അപ്പോൾ ഇത് ജനാധിപത്യ ദോഷനാണ്. കലക്ടറെ കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് ഒരു വോട്ട് കുറഞ്ഞു കിട്ടണം. കലക്ടർ എന്തിനു വോട്ട് ചെയ്തു നോക്കൂ. കലക്ടറോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുമാണ്. ജനങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധപ്പെട്ട MLA-മാർ എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും സഹകരിക്കണം. കളക്ടർ ഭരണപക്ഷത്തിന് കൂട്ടുനിന്ന് ജനാധിപത്യ ദംശനമാണ് നടത്തിയതെന്ന് NA നെല്ലിക്കുന്ന MLA പറഞ്ഞു. അവര് ഇങ്ങനെ ഞാനിങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് വൈകും എന്നുള്ള വിവരം അവര് അപ്പോൾ തന്നെ ഇവിടെ നൽകിയിരുന്നു. അജീസ് കളത്തൂർ മറ്റൊരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ വിവരം ഭരണാധികാരിയായ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാൻ കലക്ടറെ വിളിച്ചു, കലക്ടർ ഫോൺ എടുത്തില്ല. അപ്പോൾ 10:33 അവരിവിടെ എത്തിയിരുന്നു. 10:33 വോട്ടെടുപ്പ് നടപടി ആരംഭിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കലക്ടർ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ എത്തിയിട്ടിരുന്നു. പക്ഷേ ഡോറ് തുറന്നില്ല. കലക്ടറുടെ വിവേചനാധികാരം എന്ന് പറയുന്നത്, കലക്ടറുടെ വിവേചനാധികാരമെങ്കിലും 3 മിനിറ്റ് വൈകിയിട്ട് മെമ്പറെ അകത്തേക്ക് പ്രവേശിക്കാമല്ലോ കലക്ടർക്ക്. അപ്പോൾ കലക്ടർ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഏറ്റവും വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ ദംശനമാണ് നടത്തിയത്. LDF-ന്റെ 9 അംഗങ്ങളും UDF-ന്റെ 7 അംഗങ്ങളും BJP-യുടെ 1 അംഗവും പങ്കെടുത്തു. യോഗത്തിൽ പങ്കെടുത്തെങ്കിലും BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF-ലെ സാബു എബ്രഹാമിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.